ഒരു ട്രെയിനിങ് രീതി അനുസരിച്ചിട്ട് ചോദ്യങ്ങൾ, ഇതൊരു 1 hour വെബിനാറിന്റെ കാര്യമല്ല പറയുന്നത്. 1 hour വെബിനാറിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ക്ലാസ് എടുക്കും, പിന്നെ അവസാനം ചോദ്യം ചോദിക്കും. പക്ഷെ ഇത് എൻ്റയർ ഒരു ട്രെയിനിങ് സീരീസ് അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പൊ നമ്മളത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്, ഒരു 1 hour വെബിനാർ ഒന്നുമല്ല, അല്ലെ? അപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴാണോ സംശയമുള്ളത് യു ക്യാൻ ആസ്ക്, അല്ലെ? അങ്ങനെയല്ലേ ഇവിടെ? അതായത് നിങ്ങൾക്ക് എപ്പോ ഒരു സംശയം വരുന്നു, സൽമാ മാമിന് ഇപ്പൊ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ സൽമാ മാം അപ്പൊ ചോദിക്കാം. എന്താ കാരണം? കാരണം ഇതെല്ലാം കുറെ കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോ എൻ്റെ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും കണക്റ്റഡ് ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ് തിരിയാത്ത ഒരാൾക്ക് ലാസ്റ്റേ ചോദ്യം ചോദിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി ഒരു പോയിന്റും കിട്ടൂല, അല്ലേ? ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാണ്, ഏറ്റവും അവസാനം ചോദ്യം ചോദിക്കാന്ന് പറയുമ്പോൾ സൽമാ മാമിന് ആദ്യത്തെ ഫൗണ്ടേഷനിലെ ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടില്ല, ക്ലിക്കായിട്ടില്ല. ഞാൻ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് കണക്ട് ആവില്ല. കാരണം എന്താണ്? ഇറ്റ്സ് ഓൾറെഡി കണക്റ്റഡ്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയാലേ രണ്ടാമത്തെ മനസ്സിലാവൂ. അപ്പൊ ഇത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അവസാനത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാവൂ എന്ന നിബന്ധന വെക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല, ട്രെയിനിങ്ങിൽ അത് സക്സസ് ആവുകയും ചെയ്യില്ല. കാരണം എന്താണ്? ഞാൻ സംസാരിക്കാം, നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഇതാണ് നമ്മുടെ മെന്റാലിറ്റി. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ മിണ്ടാതെ അനങ്ങാതെ കേട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളത് പുതിയ കാലത്ത് നമുക്ക് പറയാനോ സ്വീകരിക്കാനോ പറ്റുന്ന ഒരു രീതിയല്ല. അവര് സംസാരിക്കട്ടെ, അവരതിൽ ഒരു ഓണർഷിപ്പ് എടുക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം അല്ല, അതായത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ട്രെയിനിങ് ആണ് എന്നുള്ളതിനേക്കാൾ ഇത് രത്നം മാമിന്റെ കൂടി ട്രെയിനിങ് ആണെന്ന് തോന്നണം. അതിന് രത്നം മാമിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ചില കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സദ്യ തിന്ന് പോരും. പ്രീത മാം, സദ്യ തിന്ന് പോരുന്ന കല്യാണം ഉണ്ട്, നമ്മൾ സദ്യ വിളമ്പുന്ന കല്യാണം ഉണ്ട്. സദ്യ നമ്മൾ വിളമ്പുന്നതാണ് നമ്മുടെ കല്യാണം, സദ്യ തിന്നു പോരുന്നതാണ് അവരുടെ കല്യാണം. അപ്പൊ നമ്മളെ കല്യാണം ആവണമെങ്കിൽ നമുക്ക് അതിലൊരു ഇൻവോൾവ്മെന്റ് വേണേ. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ സംഘാടകനാണെങ്കിൽ അത് നമ്മുടെ പ്രോഗ്രാം, നമ്മളത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ? അപ്പൊ ട്രെയിനിങ്ങിൽ നമുക്ക് ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റണം. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാനാണ് വിംബിൾ അക്കാദമിയാണ് നടത്തുന്നത്, ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, അർച്ചന മാമാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിലും നിങ്ങളുടേതു കൂടി ആകണം. അതിന് നിങ്ങൾക്ക് കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം, നിങ്ങൾ കൂടി സംസാരിക്കണം, നിങ്ങൾ കൂടി ഇൻസൈറ്റുകൾ തരണം. അപ്പോ പല കാരണങ്ങളുണ്ട് ഇതില്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ ആർ കൺഫ്യൂസ്ഡ്. ചിലപ്പോൾ ഞാനൊരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അത് ചോദിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താവണം? നമ്മൾ ഓപ്പൺ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, അപ്രോച്ചബിൾ ആയിരിക്കണം. എന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മിണ്ടൂല. അയ്യോ സാർ ഇനിയിപ്പോ ചോദിച്ചു ഞാൻ എന്ത് പറയും? നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നോ പറയുന്ന ഒരാളാണെങ്കിൽ, അപ്പൊ സൽമാമ ചോദിക്കൂല. കാരണം എന്താ? ചോദിക്കുമ്പോ നീ എവിടെ നോക്കി ഇരിക്കായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നതോ നോ പറയുന്നതോ ആയ ഒരാളാണെങ്കിൽ ചോദ്യം വരൂല. ഇതെല്ലാ പോയിന്റും കണക്റ്റഡ് ആണ്. ചോദ്യം വരണമെങ്കിൽ ഞാൻ അപ്രോച്ചബിൾ ആയിരിക്കണം, ഞാൻ ഇൻസൾട്ട് ചെയ്യാത്ത ആയിരിക്കണം, നോ പറയാത്ത ഒരാളായിരിക്കണം. അപ്പോഴേ എനിക്ക് ചോദ്യം വരുള്ളൂ. അപ്പോ അതല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളിനോട് സമാനമായ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. ഇങ്ങനെ എന്തും എന്ത് ചെയ്യാം, അവർക്ക് പറയാം. അപ്പൊ അത് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അങ്ങനെ ഉള്ള ഒരു എൻവയൺമെന്റ് ആയിരിക്കണം നമ്മൾ ട്രെയിനിങ്. ഒരു സേഫ് എൻവയൺമെന്റ് ആയിരിക്കണം.
ഒരു കംഫർട്ടബിൾ എൻവയറമെന്റ് ആയിരിക്കണം നമ്മുടെ ട്രെയിനിങ് റൂം എന്ന് പറയുന്നത്. അത് ഓൺലൈൻ ആകാം, ഓഫ്ലൈൻ ആകാം, എന്തും ആകാം. അപ്പൊ അവസാനത്തിലേക്ക് നമ്മൾ ഡോൺ ഹോൾഡ് ഓൾ ക്വസ്റ്റ്യൻസ് ടിൽ എൻഡ്, അവസാനത്തിൽ മാത്രമേ ചോദ്യം ചോദിക്കാവൂ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നതിന് പകരം അവരവർക്ക് എപ്പോഴാണോ സംശയങ്ങൾ ഉണ്ടാകുന്നത് അതത് സമയത്ത് ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പറ്റണം എന്നുള്ളതാണ്.